ഹലോ, അസ്സാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രാവിലെ ഇത് കാപ്പി ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിയാണ് കേട്ടോ. പിന്നെ ഇത് കറി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചപ്പാത്തി പരിപാടിയിലാണ്. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് വന്നു. അടുപ്പിലെ ചാരമൊക്കെ വാരി വൃത്തിയാക്കി കട്ടൻ ചായയൊക്കെ ഇട്ട് ഞാനങ്ങ് കുടിച്ചതിന് ശേഷമാണ് ചപ്പാത്തി പരത്താനായിട്ട് നിന്നത് കേട്ടോ. മിക്സിയൊക്കെ ആണെങ്കിൽ പന്നലായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കൊണ്ട് കൊടുക്കണം ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ചപ്പാത്തി പരത്താനായിട്ട് നിന്നത്. ചപ്പാത്തി നമ്മുടെ റേഷൻ കടയിലെ മാവ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ കിട്ടുന്ന മാവാണെങ്കിൽ നല്ല കട്ടി പോലെ ഇരിക്കും. ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടി കേട്ടോ. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ചൂടാനായിട്ട് കയറി. ഞാൻ പരത്തുന്നതോ കുഴയ്ക്കുന്നതോ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഇതേ അനിയത്തി പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുന്നുണ്ട്. കിണറിലും വെള്ളമില്ല, ലൈൻ പൈപ്പിൽ വെള്ളം വന്നിട്ട് 10-16 ദിവസവുമായി. നമ്മൾ ആകെപ്പാട് കഷ്ടപ്പാടിലാണ് കേട്ടോ. അടുത്തുനിന്നൊന്നും കോരാനും ഇല്ല. അങ്ങനെയുള്ളൊരവസ്ഥയായിപ്പോയി ഇന്നലെ. പിന്നെ എല്ലാവരും കൂടിയൊക്കെ വിളിച്ചു പറഞ്ഞ് എങ്ങനെയെങ്കിലും വെള്ളമൊക്കെ വന്ന് കേട്ടോ. ലൈൻ പൈപ്പിൽ വെള്ളം വന്നപ്പോൾ വൈശാലി സിനിമയിലെ ഇതാണ് കേട്ടോ. ഞങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷമായിരുന്നു. എന്തായാലും അത്യാവശ്യം പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നും പിടിക്കുന്നതിൽ നിന്നും കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യത്തിന് കിട്ടിയല്ലോ. പിന്നെ ഇത് കണ്ടില്ലേ, പിന്നെ ഈത്തപ്പഴത്തിനാണോ കാരയ്ക്കാന്ന് പറയുന്നത് എന്നൊക്കെ ചോദിച്ച് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നാൾ മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ കാരപ്പൂവിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കേ. അപ്പോൾ ഇത് 2-3 വർഷം കൊണ്ടാണ് നമുക്കിപ്പോൾ കാരയ്ക്ക കിട്ടി തുടങ്ങിയത്. കണ്ടില്ലേ, ഇപ്പോൾ ഈ പരുവമായിട്ടുണ്ട്. ഇത് കുറച്ച് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. 10-11 മണി കഴിഞ്ഞു. നമ്മൾ വെള്ളമൊക്കെ പിടിച്ചിട്ട് കയറിയപ്പോൾ തന്നെ അടുക്കളയിൽ ഒരു ജോലിയും കഴിഞ്ഞിട്ടില്ല. രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ വന്നതുകൊണ്ട് വെള്ളം പിടിച്ച് വെക്കാനൊക്കെ നിന്ന് കേട്ടോ. അങ്ങനെ ടൈം അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ ഇതേ വന്നിട്ട് കുറച്ച് കാരയ്ക്ക നമ്മൾ തള്ളിയിട്ടിട്ടുണ്ട്. ഇത് കാരയ്ക്ക മിക്ക ഉള്ള ആളുകൾക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതാണ് കാരയ്ക്ക എന്ന് ഇടയ്ക്ക് പറയുമ്പോഴത്തേക്കും ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈത്തപ്പഴത്തിനാണോ കാരയ്ക്ക എന്ന് പറഞ്ഞതെന്ന് കേട്ടോ. ഈത്തപ്പഴത്തിനല്ലാതെ ഈ ഒരു കായ്ക്കാണ് കാരയ്ക്ക എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാറ്. ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരയ്ക്ക എന്നാണ് പറയുന്നത് പൊതുവേ. അറിയത്തില്ല കേട്ടോ, വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വിളഞ്ഞിട്ടുണ്ട്. ഇതാണ് മരം. ഇതാണ് കാരമരം. കണ്ടില്ലേ, വലിയ മരമാണ് കേട്ടോ. അപ്പോൾ ഇല്ല, ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ നിൽപ്പുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഈ മരം നമ്മൾ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഭയങ്കര വലിയൊരു മരമായിരുന്നു. അപ്പോൾ നമ്മളത് വെട്ടിക്കളഞ്ഞതാണ്. ശരിക്കും പിടിക്കുമായിരുന്നു. ഇപ്രാവശ്യം വളരെ കുറവാണ് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ പിടിക്കുമായിരുന്നു. അത് അത്യാവശ്യം പൊക്കത്തിൽ പിടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് എങ്ങനെ പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും കുറച്ച് കാരയ്ക്ക ഞാൻ പറിച്ചു ഉപ്പിലിട്ട് വെച്ചിട്ടുമുണ്ട് കേട്ടോ. ഉപ്പിലിടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാവർക്കും അറിയാമല്ലോ. ആവശ്യത്തിന് വെള്ളം എടുക്കുക. അതായത് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് ഒരു ലേശം കായപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതൊന്ന് ആറി തണുത്തതിന് ശേഷം നമ്മൾ ഈ കാരയ്ക്ക ഒന്ന് വേവിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഒന്ന് തിളപ്പിച്ച് നല്ല വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആറിയ വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതങ്ങ് ഉപ്പൊക്കെ പിടിച്ചോളൂ. 2-3 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല ഉപ്പൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുടിക്കാൻ എടുക്കുന്ന കിണറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ചെറിയ ഓര് ചവയൊക്കെ ആയിട്ടുണ്ട്. ഇതിനി ഒരു 10-15 ദിവസം കൂടെ നമുക്ക് ആ വെള്ളം കിട്ടും അങ്ങനത്തെ. അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒട്ടും നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. തുണികൾ കഴുകാനോ ഒക്കെ പറ്റത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളതെല്ലാം നമ്മളിങ്ങനെ ഊറ്റിപ്പറക്കി എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ അരിച്ചെടുക്കണം. മുന്നേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഉള്ള മാവിൻ്റെ പൂവും ഇലകളും ഒക്കെ കൊഴിഞ്ഞു വീണ് കിടപ്പുണ്ട്. അതുപോലെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ ആ കിണറിൻ്റെ വശത്ത് നിൽക്കുന്നത് വേപ്പാണ് കേട്ടോ. അപ്പോൾ വേപ്പ്, ചെമ്പരത്തി ഉണ്ടായിരുന്നു. ചെമ്പരത്തി വലിയ മരമായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വേപ്പ് അങ്ങനെ വെട്ടി മാറ്റാൻ വേറെ നട്ടിട്ടൊന്നുമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വേപ്പിൻ്റെ ഇലയൊക്കെ ആവശ്യം വരുമ്പോഴത്തേക്ക് എടുക്കുന്ന അതിൽ നിന്നാണ് കേട്ടോ. അത് കുറേ നമ്മളിങ്ങനെ കോതി നിർത്തിയിട്ടുണ്ടായിരുന്നു. ശിഖരങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കോതി നിർത്തിയിട്ടുണ്ട്. വെട്ടിക്കളയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടില്ല. അത് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വെള്ളമൊക്കെ കോരി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മളിങ്ങനെ അരിച്ച് ഇവിടെ കൊണ്ട് വെക്കും. കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ഓരൊക്കെ അങ്ങ് അടിയിലോട്ടങ്ങ് താരും കേട്ടോ. താഴ്ന്ന് നമ്മൾ തിളപ്പിച്ചിട്ട് തന്നെയാണ് കുടിക്കാറ്. തിളപ്പിച്ചാറ്റി തന്നെയാണ് നമ്മൾ കുടിക്കുന്നത്.
അങ്ങനെ ഇന്നത്തെ ഈ രണ്ടിരിക്കുന്ന ടാങ്കിൽ ഇതിൽ വെള്ളയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വെള്ളം. മറ്റേതിൽ നമുക്ക് വെള്ളം പിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോഴത്തേക്കും വെള്ളം നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കുറച്ച് മാങ്ങയും ക്യാരറ്റും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് നല്ല കനം കുറച്ച് നല്ല സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ അരിഞ്ഞ് വെച്ചതാണ്, തലേന്ന് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അതും അന്ന് ഞാൻ ചെയ്തില്ല, ഞാൻ അടുത്തെങ്ങും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലയൊന്നും ചേർക്കാത്തൊരു അച്ചാർ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം വളരെ ട്രെൻഡിങ് ആണ് കേട്ടോ അച്ചാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റും 2 മാങ്ങയും കൂടെ ഒക്കെ എടുത്ത് അരിഞ്ഞിങ്ങനെ വെച്ചതാണ്. പിന്നെ മീൻ കിട്ടിയിട്ടുള്ളത് മുതുപുളപ്പൻ എന്ന് പറയും, വെള്ളാങ്കണ്ണി എന്നൊക്കെ പേരുണ്ട് ഈ മീനിന്. മത്തിയുടെ വേറൊരു ഇതാണ്, പക്ഷെ നല്ല മുള്ളാണ്, നല്ല കറിച്ചവയുള്ള മീനാണ് കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മാങ്ങ തക്കാളിയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഇട്ടിട്ട് അത് ഒരുപാടങ്ങ് അരഞ്ഞ് പോവേണ്ട തേങ്ങ. അപ്പോൾ നല്ല രീതിയിൽ വെച്ച് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ചക്ക അപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്, ഞാനതങ്ങ് കുറച്ചേ ഉള്ളൂ, കറി വെക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയുമ്പോൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പുഴുങ്ങി മുളകൊക്കെ ഉടച്ച് നമ്മൾ കപ്പ കഴിക്കത്തില്ലേ, അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് മീനൊക്കെ കട്ട് ചെയ്തെടുത്തു. പുറത്തോട്ട് പോയി മീൻ കണ്ടിക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഓർക്കേണ്ട, അത്രയ്ക്ക് വെയിലാണ്. അതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകാതെ ഞാൻ അകത്ത് തന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ കൂട്ടി അടുപ്പിലോട്ടും ആക്കി കേട്ടോ. കറിയൊക്കെ ഏകദേശം വറ്റി വരുവാണ്. നല്ല ഉണ്ടമുളകും ഒക്കെ കീറിയിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് കുക്കറിൽ ഇരിക്കുന്നത് ചക്കയൊന്ന് പുഴുങ്ങിയെടുക്കാൻ വെച്ചതാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ അവിടെ ഇറക്കി മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് വിറക് കൊത്തിക്കീറാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ 2 വിറകെടുത്ത് കൊത്തിക്കീറി എടുത്തിട്ടുണ്ട്. ഇനിയും വെട്ടിപ്പറക്കി നമ്മൾ സ്ലാബിൻ്റെ അടിയിൽ കയറ്റാൻ വേണ്ടി ഇഷ്ടംപോലെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെല്ലെ മെല്ലെ ഇനി ചെയ്യണം. 2-3 ദിവസമേ ഉള്ളൂ ഇനി ബാക്കി നോമ്പിന്. അപ്പോൾ മെല്ലെ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അങ്ങനെ എന്താ ഞാൻ വിറകൊക്കെ വെട്ടിപ്പറക്കിയിട്ട് ഇനിയിപ്പോൾ ചക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതവിടെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്, കണ്ടില്ലേ ഇപ്പം നിങ്ങൾ ഇത് കാണുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ ഞാൻ വിറകൊക്കെ പറക്കി ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്, അനിയത്തി അങ്ങോട്ട് പറക്കി കൊണ്ടിടും. പിന്നെ ഇത് നമ്മൾ വിറക് കയറിയതിൻ്റെ ആ ഒരു പൊളിപ്പുണ്ടല്ലോ, വിറകിൻ്റെ ആ ഒരു തോല്, റബ്ബറിൻ്റെ പുളിപ്പാട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമുക്ക് തീ ആദ്യമൊക്കെ കത്തിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും. അങ്ങനെ അതും കൂടിയൊക്കെ തൂത്തുവാരി അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞാൻ കയറി വന്ന് ചക്കയൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചക്ക വെന്തിട്ടുണ്ട്. ഇതിപ്പം പറക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വേവിക്കാതിരുന്നത്. വേവിക്കാനാണെങ്കിൽ പിന്നെ സമയമില്ലായിരുന്നല്ലോ. ലൈനിൽ വെള്ളം വന്ന് ആ വെള്ളമൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് നിന്ന് ആ ടൈം മൊത്തവും പോയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ പിന്നെ വേവിച്ച് ഒന്നാമത് മിക്സി കേടായിട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാനൊക്കെ ഒരുപാട് സമയം വേണം. ഞാൻ മീൻ കറിക്ക് മാത്രമേ അങ്ങ് അരച്ചോളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചതങ്ങ് പുഴുങ്ങിയെടുക്കാമെന്ന് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ തിരുമ്മി ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിൽ ചീമച്ചക്ക ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ പുഴുങ്ങി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റൊക്കെ ഇതിനും കിട്ടും. ഞാൻ അങ്ങനെ ഒന്നും മെനക്കെടാനൊന്നും വയ്യായിരുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. പിന്നെ കുറച്ച് മുളകും ഉള്ളിയും എല്ലാം കൂടെയൊക്കെ ഇടിച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് കപ്പയ്ക്കൊക്കെ കഴിക്കുന്നത് പോലെ ഒരു മുളക് ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നലത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് എന്താണെന്നുള്ളത് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നാളെ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.